വയനാട്ടിൽ വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ നിന്നും ഷോക്കേറ്റ് കർഷക ദമ്പതികൾ മരിച്ചു. വയനാട് കൽപ്പറ്റ കാപ്പിസെറ്റ് ചെത്തിമറ്റം പുത്തൻപുരയിൽ ശിവദാസ് 62 വയസ്സ്, ഭാര്യ സരസു 62 വയസ്സ് എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. വീട്ടുമുറ്റത്തെ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലി മറികടക്കുമ്പോൾ ഷോക്കേറ്റ് ദമ്പതികൾ മരണപ്പെടുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ദമ്പതികളുടെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നു. ഇതിലേക്ക് വൈദ്യുത പ്രവാഹമുണ്ടെന്നറിയാതെ അബദ്ധത്തിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവ സ്ഥലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. കൃഷിയിടത്തിലെ കുളത്തിൽ മോട്ടോർ സ്ഥാപിക്കുന്നതിനായാണ് ദമ്പതിമാർ തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് എത്തിയത്. വൈദ്യുത വേലി മറികടന്നപ്പോൾ അബദ്ധത്തിൽ വൈദ്യുത വേലിയിൽ കാൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. ദമ്പതിമാരിൽ സരസുവാണ് ആദ്യം ഷോക്കേറ്റ് വീണത്. ഷോക്കേറ്റ് സരസുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ശിവദാസും ഷോക്കേറ്റതെന്നാണ് വിവരം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വൈദ്യുതി പ്രവാഹത്തിന്റെ ശക്തിയിൽ കൃഷിയിടത്തിലെ ചാലിൽ ചെളിയിൽ പുതഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു ഇരുവരും. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. സരസുവിനെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത്. അതേസമയം ശിവദാസിനെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് എത്തിച്ചത്. എന്നാൽ ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവസ്ഥലം KCB അധികൃതരും പോലീസും പരിശോധന നടത്തി. വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ പിഴവും കൃഷിയിടത്തിൽ അനധികൃതമായി കമ്പിവേലി സ്ഥാപിച്ചതുമാണ് അപകടത്തിൽ ഇടയാക്കിയതെന്നാണ് സ്ഥലം പരിശോധിച്ച ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ദമ്പതിമാർ മരണപ്പെട്ട ദാരുണ സംഭവത്തിൽ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് ഇന്ന് കൂടുതൽ പരിശോധനകളുണ്ടാകും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.